നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഗുരുവായൂരപ്പൻ്റെ കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒത്തുചേരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനുഷ്യം പ്രതിഭാവയാമി, ഹരികൃഷ്ണപാദമനുഷ്യം പ്രതിഭാവയാമി. ഇന്നലെ അവസാനം കുറച്ച് എന്താ പറയുക, നെഗറ്റീവ് കമൻറ്റ് വായിച്ചതിൻ്റെ പേരിലായിരിക്കാം ഞാൻ ഇന്നലെയും ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല അല്ലേ. പക്ഷെ എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നി കേട്ടോ. ഇത്തരം ആളുകളുടെ ഉദ്ദേശം വളരെ മോശമാണ്, സൗദ അത് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അഭിപ്രായപ്പെട്ടവരോട് തീർച്ചയായിട്ടും എടുക്കണം എന്ന് എനിക്ക് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇതിനു മുമ്പും ഇതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. വളരെ പേഴ്സണലായിട്ട് വിമർശിച്ച ഒരു ചോദ്യം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. കാരണം എൻ്റെ വീഡിയോയ്ക്ക് ക്വാളിറ്റി കുറവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ശബ്ദം കുറവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം, അതല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ വിവരം നൽകാം. അതൊന്നുമല്ലാതെ അപ്പിയറൻസിനെ കുറിച്ചും വളരെ മോശമായിട്ട് പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഇവരൊക്കെ വേണം വെച്ചിട്ട് വിമർശിക്കുന്നതായിരിക്കാം. പക്ഷെ അന്ന് എനിക്കതിന് മറുപടി പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് പല പല കാരണങ്ങൾ കൊണ്ട് അതങ്ങോട്ട് മറ്റുള്ളവർക്കും കൂടെ അതൊരു വിഷമമാവണ്ടെന്ന് കരുതിയിട്ട് ഞാനത് സ്കിപ്പ് ചെയ്തതാണ്. പക്ഷെ ഇതിൽ തിരുത്തണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞത് അതെനിക്ക് ഭയങ്കരമായിട്ട് എതിർക്കാൻ തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഇന്നലെ അത്രയും വേളം വെച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേൾക്കും, കേൾക്കാണ്ടിരിക്കില്ല. റെക്കമെൻഡേഷൻ്റെ ആളാ ഗുരുവായൂരപ്പൻ എപ്പോഴും പറയാറുണ്ട് ആചാര്യൻ. അതുകൊണ്ട് തന്നെ കേൾക്കാതിരിക്കുന്നുള്ള അഭിപ്രായമൊന്നും എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാ നെഗറ്റീവ് കമൻസിനും റെസ്പോണ്ട് ചെയ്യണം എന്നൊന്നും ഞാൻ വിചാരിക്കണില്ല. ഇനി ഞാൻ നെഗറ്റീവ് കമൻസ് എടുക്കാനും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായമുള്ളവരോട് ക്ഷമിക്കും, തുടർന്ന് ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അല്ലേ. ഇന്ന് എല്ലാവരുടെയും ചോദ്യം നോക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ചോദ്യം പറയാം കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കാൻ മറന്നങ്ങനെ പോകും. അതുകൊണ്ടാണ്. പൂന്താനത്തിനെ ആരുടെ വേഷത്തിൽ വന്നാണ് കള്ളന്മാരിൽ നിന്നും ഭഗവാൻ രക്ഷിച്ചത്? ഇതാണ് എൻ്റെ ചോദ്യം കേട്ടോ. പൂന്താനത്തിനെ കള്ളന്മാരിൽ നിന്ന് രക്ഷിച്ചൊരു കഥ ഞാൻ പറയാറുണ്ടായിരുന്നു. ആരുടെ വേഷത്തിൽ വന്നുകൊണ്ടാണ് പൂന്താനത്തിനെ കള്ളന്മാരിൽ നിന്ന് രക്ഷിച്ചത് എന്നാണ് ചോദ്യം. അപ്പം അതിൻ്റെ ഉത്തരം അറിയാവുന്ന എല്ലാവരും താഴെ കമൻറ്റ് ചെയ്തോളൂ. ഉത്തരം അറിയാത്തവർ കാത്തിരിക്കൂ, നാളത്തെ വീഡിയോയിൽ പറയാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം കേട്ടോ. ഒരിക്കൽ ഉപയോഗിച്ച് ചിരാത് വിളക്ക് ഉപയോഗിക്കാൻ പാടുമോ സവിത എന്നാണ് പത്മ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉപയോഗിക്കാമല്ലോ. മൺചിരാതുകൾ കത്തിച്ചുടനെ ഉടച്ചു കളയുന്ന ശീലം എനിക്കില്ല കേട്ടോ. ഞാൻ മൺചിരാതിലാണ് ദീപാവലിക്ക് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കാർത്തിക വരാൻ പോവാണല്ലോ, അതിനും അങ്ങനെ തന്നെയാണ് വിളക്ക് വയ്ക്കാറുള്ളത് കേട്ടോ. അതേ ചിരാതുകൾ ഉപയോഗിച്ച് തന്നെയാണ് വിളക്ക് വയ്ക്കാറുള്ളത്. ഇത് പറഞ്ഞ സമയത്താണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഏകാദശി വിളക്ക് നടക്കുകയാണല്ലോ. ഒരിക്കൽ ഞാൻ ഒരു നവമി വിളക്കിൻ്റെ അന്ന് ചിരാതുകൾ കൈകൊണ്ടുണ്ടാക്കി ഗുരുവായൂരപ്പന് നെയ്യൊഴിച്ച് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൽസന്താന ലബ്ധിക്കായിട്ടായിരുന്നു ഞാൻ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂരപ്പൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് തന്നെയാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് സവിത, എനിക്ക് കാലിൻ്റെ എല്ല് തേയ്മാനമാണ്, മാറാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? കൂടാതെ കഴുത്ത് വേദനയുമുണ്ട്. രോഗശാന്തിക്ക് നമ്മൾ കാളിയമർദ്ദനം, കൃഷ്ണനാട്ടംകളി എന്ന് പറയാറുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഭക്തൻ്റെ ഔചിത്യം പോലെ ചെയ്തോളൂ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് കേട്ടോ. എല്ലിൻ്റെ തേയ്മാനത്തിന് എന്താണ് ചെയ്യുക എന്നൊക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. കാലെടുത്ത് വെക്കുക എന്നുള്ള വഴിപാട് ആൾരൂപം എടുത്ത് വെക്കുന്നിടത്ത് ഉണ്ട്. അത് മതിയെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അതല്ല, ഭഗവാൻ എന്ത് വഴിപാട് ചെയ്താലും മതി, അങ്ങനെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം രണ്ട് കൈയിലും ഓരോ വെണ്ണ കൊടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണ എൻ്റെ കാല് നന്നായിട്ട് വേദനിക്കണു എന്നൊന്ന് പറഞ്ഞു നോക്കൂ, അമ്മയുടെ കാലിന് ഒരു കുഴപ്പമില്ല എന്ന് ഉണ്ണികൃഷ്ണന് തിരിച്ചു പറയും. അത് മതിയല്ലോ നമുക്ക്. അടുത്തതായിട്ട് മഞ്ജു എസ് നായർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, നെയ്വിളക്ക് ഷീട്ട് ആക്കാൻ എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പുറത്ത് ഭഗവതി കെട്ടിൻ്റെ പുറത്തായിട്ട് അവിടെ ഒരു കൗണ്ടർ ഇട്ടിട്ടുണ്ട് നെയ്വിളക്കിൻ്റെ ഷീട്ട് എടുക്കാൻ വേണ്ടി മാത്രം. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ നെയ്വിളക്കിൻ്റെ ഷീട്ട് എടുക്കാം. അതല്ലെങ്കിൽ
ചുറ്റമ്പലത്തിൽ പ്രവേശിച്ചതിന് ശേഷം പഴയ ഷീട്ട് കൗണ്ടർ എന്നറിയപ്പെടുന്ന ഭാഗമുണ്ട്. ഷീട്ടാക്കുന്ന വടക്ക് വശത്തുള്ള ഭാഗമാണ്. അവിടെ ഷീട്ടാക്കാനും സാധിക്കും കേട്ടോ. നെയ്വിളക്ക് ഷീട്ടാക്കാനും സാധിക്കും. അകത്തേക്ക് പ്രവേശിക്കാനുള്ള നെയ്വിളക്ക് എവിടെ നിന്ന് എടുക്കാന്നല്ലേ ചോദിച്ചത്? ഇതിനുള്ള കൗണ്ടറാട്ടോ ഞാൻ പറയുന്നത്. അതല്ലാതെ നെയ്വിളക്ക് ഷീട്ടാക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം 10 രൂപയ്ക്ക് തൊട്ട് നമുക്ക് നെയ്വിളക്ക് ഷീട്ടാക്കാം. 500 രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കാം. 1000 രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാലാണ് ഒരാൾക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. 4500 രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കിയാലാണ് 5 പേർക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അടുത്തതായിട്ട് ഷൈനി ശിവൻ എന്നാണ് ആ ഭക്തയുടെ പേര് തോന്നുന്നു. ഞാൻ ശിവൻ ശിവൻ തന്നെയാണ് എപ്പോഴും വായിക്കാറുള്ളത് കേട്ടോ. പേരെപ്പോഴും ഒന്ന് മെൻഷൻ ചെയ്യണം, ഞാൻ മറന്നു പോണതാണ്. സവിത ത്രിമധുരം എന്തിനു വേണ്ടിയാണ് ഷീട്ടാക്കുന്നത് എന്ന് പറയാമോ എന്ന്. അങ്ങനെയൊന്നുമില്ല. ത്രിമധുരം എന്ന് പറയുന്നത് 3 തരത്തിലുള്ള മധുരം ഭഗവാന് ഉച്ചപൂജയ്ക്ക് നിവേദിക്കുന്നതാണ്. വളരെ പ്രസന്നതയോടുകൂടി നിവേദിക്കുന്നതാണ്. സന്തോഷം ലഭിക്കാൻ ത്രിമധുരം ഷീട്ടാക്കിക്കോളൂ എന്നാണ് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത് കേട്ടോ. ശർക്കരയും പഴവും നാളികേരവും ചേർത്തതാണ് ഗുരുവായൂർ അമ്പലത്തിലെ തൃമധുരം എന്ന് പറയുന്നത്. വളരെ 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 സ്വാദിഷ്ടമായ ഒന്നാണ് കേട്ടോ തൃമധുരം. അത് വളരെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഷീട്ടാക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഉച്ചപൂജയ്ക്കാണ് ഭഗവാന് തൃമധുരം നേദിക്കലുള്ളത്. അപ്പോൾ അതിനങ്ങനെ പ്രത്യേക ഫലസിദ്ധി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടി നമുക്ക് തൃമധുരം ഷീട്ടാക്കാവുന്നതാണ് കേട്ടോ. കാരണം തൃമധുരം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷം പോലെ ജീവിതത്തിലുടനീളം നമുക്ക് സന്തോഷം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൃമധുരം ഷീട്ടാക്കാവുന്നതാണ്. അടുത്തതായിട്ട് പ്രസന്ന വേണുഗോപാൽ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നടുവേദനയ്ക്ക് പച്ചമരുന്ന് കെട്ടിവെച്ച് ഇരിക്കുകയാണ്. അപ്പോൾ കുളിക്കാൻ സാധിക്കില്ല, നാരായണീയം ചൊല്ലാമോ എന്നാണ്. മറ്റശുദ്ധികളൊന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വെള്ളം തളിച്ചിട്ടാണെങ്കിലും നമുക്ക് നാരായണീയം ചൊല്ലാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ ശുദ്ധമായിട്ട് മാത്രം കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ്സ് ടൈമിലോ അല്ലെങ്കിൽ പുലയോ വാലായ്മയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും ഞാനിതൊന്നും കൈകാര്യം ചെയ്യാറില്ല. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള തല കുളിക്കാൻ വയ്യാത്ത എന്തെങ്കിലും അസുഖമാണോ എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ വെള്ളം തളിച്ച് ശുദ്ധമാക്കി നാരായണീയമൊക്കെ ചൊല്ലാറുണ്ട് കേട്ടോ. അങ്ങനെ ചൊല്ലുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. പുലയും വാലായ്മയും പോലെ അല്ലല്ലോ. നമുക്ക് മറ്റ് അശുദ്ധികളൊന്നുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൊല്ലാവുന്നതാണ്. വാക്കിംഗ് സ്റ്റിക്ക് അകത്തേക്ക് കടത്തി വിടുമോ എന്നാണ് സുമതി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വാക്കിംഗ് സ്റ്റിക്കിൽ അകത്തേക്ക് പോകാൻ സാധിക്കും. വീൽ ചെയർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റാത്തത്. എന്നാൽ വീൽ ചെയറിൽ വരുന്ന ഭക്തർക്ക് കുറച്ചൊക്കെ നടക്കാം എന്നുള്ളവരാണെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവടെ വലിയ ബലിക്കല്ല് വരെ വീൽ ചെയറിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ നടന്നു പോയി തൊഴുത് പ്രദക്ഷിണം വെച്ച് വടക്ക് വശത്തൂടെ പുറത്തേക്ക് കടക്കുമ്പോൾ അവിടെ വീൽ ചെയർ അസിസ്റ്റൻ്റ് വീൽ ചെയറുമായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. വാക്കിംഗ് സ്റ്റിക്ക് അലൗഡഡ് ആണ് കേട്ടോ. അടുത്തതായിട്ട് നീതാപ്പി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നിവേദ്യച്ചോറ് ഉച്ചപൂജയ്ക്ക് ശേഷമാണോ കിട്ടുക എന്ന്. പന്തീരടി പൂജയ്ക്കും നിവേദ്യച്ചോറ് കിട്ടും, ഉച്ചപൂജയ്ക്കും നിവേദ്യച്ചോറ് കിട്ടും കേട്ടോ. ഈ 2 സമയത്തും അത്താഴപൂജയ്ക്കും ഉണ്ട്. ഭഗവാനെ നിവേദ്യം നേദിക്കുന്നത് കൊണ്ട് നമുക്ക് ആ സമയത്ത് ഷീട്ടാക്കുമ്പോൾ ചോദിക്കുക ഇത് എപ്പോഴാണ് കിട്ടുക എന്ന് ചോദിക്കണം. കാരണം നമ്മൾ ഷീട്ട് എടുക്കുന്നതിനനുസരിച്ചാണ് പന്തീരടിക്കാണോ ഉച്ചപൂജയ്ക്കാണോ അത്താഴപൂജയ്ക്കാണോ നിവേദിക്കുക എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷീട്ടാക്കുമ്പോൾ തന്നെ ആ ഷീട്ട് കൗണ്ടറിൽ ചോദിക്കണം ഇത് എപ്പോഴാണ് നമുക്ക് ലഭ്യമാവുക എന്ന് ചോദിച്ചാൽ മാത്രമേ ഇതിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ആ മെസ്സേജ് വായിക്കാം കേട്ടോ. അമ്പിളി സുരേഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. രാവിലെ അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച ശേഷമാണ് കുളിച്ച് വിളക്ക് വെക്കാൻ പറ്റാറുള്ളൂ. അപ്പോഴേക്കും സമയം 8-9 ആകും. രാവിലെ 8-9 അപ്പോൾ വിളക്ക് വെച്ച് നാരായണീയം ഒക്കെ ജപിക്കും. ഇത്രയും താമസിച്ച് വിളക്ക് കത്തിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കൂ. നമ്മൾ വിളക്ക് കൊളുത്തുന്നത് എപ്പോഴും സന്ധ്യാസമയത്ത് വേണമെന്നാണ് പറയുക. പ്രഭാത സന്ധ്യയ്ക്കും പ്രദോഷ സന്ധ്യയ്ക്കുമാണ് നമ്മൾ വിളക്ക് കൊളുത്താറുള്ളത്. 8-9 മണിക്ക് വിളക്ക് കൊളുത്തുന്നതിൽ ദോഷമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രഭാത സന്ധ്യയ്ക്കും പ്രദോഷ സന്ധ്യയ്ക്കും വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ് നമ്മുടെ ആചാരം.
അപ്പോൾ സാധിക്കുമെങ്കിൽ ആ സമയത്ത് തന്നെ വിളക്ക് കൊളുത്തുന്നതാണ് ഉചിതം. നാരായണീയം വായിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയവും ഇല്ല കേട്ടോ. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നാരായണീയം വായിക്കാം. നമ്മൾ ശുദ്ധമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നട്ടപ്പാതിരയ്ക്ക് വായിച്ചാലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഓടി വന്ന് മുമ്പിലിരുന്ന് കേൾക്കും എന്ന് തന്നെയാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളതും ഞാൻ വിശ്വസിക്കുന്നതും. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ഇന്ന് എൻ്റെ ഒരു കുട്ടി കഥയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കണം. അപ്പോൾ ആ കഥയും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അല്ലേ. നമുക്കിവിടെ ഗുരുവായൂർ അമ്പലത്തിലെ കുറേ ഭക്തരുണ്ടായിരുന്നു, അനേകം ഭക്തരുണ്ടായിരുന്നു പൂർവികന്മാരായിട്ട്. നമ്മൾ വളരെ കുറച്ച് പേരുടെ പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ അല്ലേ. പൂന്താനത്തിൻ്റെയും കുറൂരമ്മയുടെയും ഒക്കെ പേരാണ്, വില്ലുമംഗലത്ത് സ്വാമിയാരുടെയും മാനവേദ മഹാരാജാവിൻ്റെയും ഒക്കെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരി എന്നൊരു ഭക്തൻ ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പന്. ഭാഗവതോത്തമൻ എന്ന് വേണം അദ്ദേഹത്തിനെ പറയാനായിട്ട്. അദ്ദേഹം ഭാഗവതം കൊണ്ട് ഭഗവാനെ ഉപാസിക്കുക മാത്രമല്ല, ഭാഗവത രസത്തിൽ ഭക്തജനങ്ങളെ ആറാടിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം എന്നാണ് പറയാറുള്ളത് കേട്ടോ. അദ്ദേഹത്തിന് തൻ്റെ ആ ഒരു നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. എല്ലാ സമയത്തും വില്ലുമംഗലത്ത് സ്വാമിയാരെ പോലെ കാണാൻ സാധിച്ചിരുന്നു എന്നല്ല, അദ്ദേഹത്തിൻ്റെ ഭാഗവത പാരായണത്തിൽ ആകൃഷ്ടനായിട്ട് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ ഭാഗവത സദസ്സിൽ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു അത്രേ. ഇതറിയാവുന്ന ഭക്തജനങ്ങൾ എന്താണെന്നറിയോ, അദ്ദേഹത്തിൻ്റെ ഭാഗവത ആ ഒരു രസം പണ്ഡിതൻ എന്നില്ല പാമരനില്ല എന്നില്ല എല്ലാവരും വന്ന് കേട്ടിരുന്നു. കാരണം എപ്പോഴാ ഉണ്ണികൃഷ്ണൻ ഇറങ്ങി വരിക എന്നറിയില്ലല്ലോ, ഉണ്ണികൃഷ്ണന്റെ ദർശനം ഞങ്ങൾക്ക് എങ്ങാനും ലഭിച്ചാലോ എന്ന് കരുതിയിട്ട് അനേകം പേര് വരാറുണ്ട് അത്രേ. അപ്പൊ ഇതിനെന്താ ദൃഷ്ടാന്തം? ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഭഗവാൻ വരാറുണ്ട് എന്നുള്ളതിന് അദ്ദേഹം ഇങ്ങനെ ഭാഗവതം വായിച്ച് അർത്ഥം പറഞ്ഞ് കഥ പറഞ്ഞ് ഇങ്ങനെ രസിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മൂർച്ഛിച്ച് വീഴുക എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം തൊഴുത് സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിക്കും. ഏത് ദിശയിലേക്കാണ് ഉണ്ണികൃഷ്ണനെ എവിടെയാണോ അദ്ദേഹം കണ്ടത് ആ ദിശയിലേക്ക് അദ്ദേഹം നോക്കി ദീർഘദണ്ഡം നമസ്കരിച്ച് കരഞ്ഞ് ആനന്ദാശ്രുക്കളാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന തരത്തിലാണത്രേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റ രീതി ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നുമാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സാക്ഷാൽ ഈശ്വരൻ നമ്മുടെ മുന്നുണ്ണി കൃഷ്ണൻ പ്രത്യക്ഷീഭവിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അങ്ങനെ അനേകം സന്ദർഭങ്ങളും അനേകം ഭാഗവത ആ ഒരു പാരായണ സമയവും ഉണ്ടായിട്ടുണ്ട് എന്ന് ആചാര്യന്മാരെ പൂർവികന്മാരെ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആചരണം എന്തായിരുന്നു എന്നറിയോ, അദ്ദേഹത്തിന് വേണ്ടി ഒരു കുഞ്ഞു ഉപകാരം ആരെങ്കിലും ചെയ്താൽ പോലും അവരെ പോലും മറക്കാതെ പിടിക്കുക എന്നുള്ളതാണ്. അത് ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് അല്ലേ. നമ്മൾ വല്ലാതെ ഉപകാരം ചെയ്ത ആൾക്കാരെയൊക്കെ പെട്ടെന്ന് മറക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഉപകാരം ചെയ്തവരെ ഉപദ്രവിക്കാറുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. തിരിച്ചവരെ നിഷ്ഠൂരം ഉപദ്രവിച്ച ആൾക്കാരെയും എനിക്ക് നേരിട്ടൊക്കെ പരിചയമുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ഈ ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത പല സന്ദേശങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരുന്നത് എന്നും കൂടെ പറയാറുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് പറയാറുള്ളൊരു കഥയാണ്, ഒരിക്കൽ അദ്ദേഹം തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ തൊഴാൻ പോയി, മഹാദേവനെ തൊഴാൻ പോയി കേട്ടോ. മഹാദേവനെ തൊഴുത് അദ്ദേഹത്തിന് തിരിച്ച് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ കാണാൻ ഓടി വരണമായിരുന്നു. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഗുരുവായൂർ ഭാഗത്തേക്ക് വരുന്ന ഒരു കാളവണ്ടി കാണാനിടയായി. അപ്പോൾ അദ്ദേഹം കാളവണ്ടിക്കാരനോട് സംസാരിക്കാം, ഇദ്ദേഹം ഏത് വഴിക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും കാളവണ്ടിക്കാരൻ എന്താ നിശ്ചല്യ, ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ വല്ലാത്തൊരു ഇഷ്ടം തോന്നി, അതായത് ഒരു ബഹുമാനം തോന്നി. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ആളുകളെ കണ്ടാൽ തിരിച്ചറിയാമായിരുന്നു അത്രേ അന്നത്തെ കാലത്തെ ആളുകൾക്ക്. അദ്ദേഹത്തിന് കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിയെക്കുറിച്ച് കേട്ടറിവുമുണ്ട്. അപ്പോൾ കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരി കൈവച്ച് അനുഗ്രഹിച്ചാൽ അവരെന്തായാലും ജീവിതത്തിൽ വിജയിക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അങ്ങ് എന്തായാലും കാളവണ്ടിയിൽ വന്നോളൂ, ഞാൻ ഗുരുവായൂർ ഏരിയയിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ഇദ്ദേഹം കാളവണ്ടിയിൽ കയറി ഈ മമ്മിയൂര ഭാഗത്ത് എത്തുന്ന സമയത്താണത്രേ അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, ഇദ്ദേഹത്തിന് പണം കൊടുക്കണമല്ലോ കാളവണ്ടിക്കാരന്. അദ്ദേഹത്തിൻ്റെ അരയിൽ തപ്പി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പണക്കിഴി എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അദ്ദേഹം ആകെ പരിഭ്രമിച്ചു. ആ കാളവണ്ടിക്കാരനെ തൊഴുതുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു അമളി പറ്റിപ്പോയി, എൻ്റെ പണക്കിഴി കാണാനില്ല, ഞാൻ എൻ്റെ ഇല്ലത്ത് നിന്ന് പൈസ കൊണ്ടുവന്ന് അങ്ങേക്ക് തന്നോളാം എന്ന് പറഞ്ഞ് ആ കാളവണ്ടിയെയും അദ്ദേഹത്തിനെയും തൊഴുകയോടെ പ്രണമിച്ചു നിന്നു അത്രേ.
ഈ സമയത്ത് കാളവണ്ടിക്കാരൻ പറഞ്ഞു, അങ്ങനെയൊന്നും അങ്ങ് പറയരുത്. എന്നെ അങ്ങൊന്ന് അനുഗ്രഹിക്കുക മാത്രമാണ് എനിക്ക് വേണ്ടത്, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നായിരുന്നു അത്രേ ആ കാളവണ്ടിക്കാരൻ്റെ ആ ഒരു മറുപടി. എന്നെ അങ്ങ് അനുഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കും? എനിക്കെല്ലാം ലഭിക്കും. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിൻ്റെ ഭക്തർ അനുഗ്രഹിച്ചാൽ. അതുകൊണ്ട് അങ്ങ് എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മാത്രം മതി എന്നായിരുന്നു അത്രേ മറുപടി. ഇത് കേട്ടപ്പോൾ കുഞ്ഞിക്കാവ് നമ്പൂതിരി പറഞ്ഞു, ഭഗവാനോട് പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും അങ്ങേക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന്. ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല കേട്ടോ. ബാക്കിയുള്ള ദൂരം ഇദ്ദേഹം അമ്മിയൂരിൽ നിന്ന് ഗുരുവായൂർക്ക് ഏകദേശം കുറച്ച് 1 കിലോമീറ്ററിൻ്റെ അടുത്തേ വരുള്ളൂ. ഈ ഒരു സമയം കൊണ്ട് കുഞ്ഞിക്കാവ് നമ്പൂതിരി എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ ഈ കളവണ്ടിക്കാരൻ്റെ പേരും വിലാസവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ ചോദിച്ചറിയാൻ ഇടയായി. ഈ ജീവിത സാഹചര്യം എന്താന്ന് വെച്ചാൽ 8 മക്കളുള്ള അദ്ദേഹം പരമദരിദ്രനായിരുന്നു. ഈ കാളവണ്ടി ഓടിച്ചു കിട്ടുന്ന പണം കൊണ്ടാണ് ആ വലിയ കുടുംബം കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ കുഞ്ഞിക്കാവ് നമ്പൂതിരി എന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹത്തിന് ഇല്ലത്ത് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗത്തിൽ ഒരു നിശ്ചിത ഏക്കർ സ്ഥലം അല്ലെങ്കിൽ പാട്ടഭൂമി ഇദ്ദേഹത്തിന് പതിച്ചു കൊടുത്തു എന്നാണ് പറയണത്, കാളവണ്ടിക്കാരന്. അതോടെ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദാരിദ്ര്യ ദുഃഖങ്ങളെല്ലാം അകന്നു എന്നാണ് പറയുന്നത്. കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരി എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ടല്ലോ, വലിയ ധനികനായിരുന്നു കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സമ്പന്നതയിൽ ഒരിക്കലും ഒരു അഹങ്കാരം തോന്നിയിരുന്നില്ല. മാത്രമല്ല, എൻ്റെ ഇല്ലത്തിന് ഇത്രയും സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇതിനി എത്രയോ കാലമൊന്നും നിലനിൽക്കില്ല, ഭൂമിയിലെ സമ്പത്തൊക്കെ ഇവിടെ തന്നെ ഉപേക്ഷിച്ചു പോവേണ്ടതാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് പണം ആവശ്യം വരുന്ന സമയത്ത് അദ്ദേഹം ഇല്ലത്തേക്ക് എഴുത്ത് കൊടുത്തയക്കും അത്രേ, എനിക്ക് ഇത്ര തുക വേണമെന്ന്. ആ തുക ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഭഗവാന് വഴിപാടുകൾ ചെയ്യാനായിരുന്നു അത്രേ അതെല്ലാം ഉപയോഗിച്ചിരുന്നത്. വഴിപാട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും ഇന്ന വഴിപാടെന്ന്. അത് കഴിഞ്ഞ് ബാക്കി വരുന്നതൊക്കെ അദ്ദേഹം പാവപ്പെട്ടവർക്ക് ദാനം നൽകിയിരുന്നു. ഇതുകൊണ്ട് അദ്ദേഹത്തിന് കുറേ ശത്രുതയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങൾക്കിടയിൽ. കാരണം അത് സ്വാഭാവികമാണല്ലോ, വെറുതെ കളയാണ് എന്നുള്ളൊരു തോന്നലൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷേ നോക്കൂ, അദ്ദേഹം ചെയ്തിരുന്ന കാര്യം ഭഗവാനെ വിളിക്കൽ മാത്രമല്ല, സൽപ്രവർത്തികൾ കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമമായ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. നന്ദികേട് കാണിക്കരുത് എന്നാണ് അത്രേ അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളെയെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ ഉപകാരം നമുക്ക് ആരെങ്കിലും ചെയ്താൽ അവരെ മറക്കരുതെന്നും നന്ദികേട് കാണിക്കരുത് എന്നും അദ്ദേഹം എപ്പോഴും പറയുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം അത് പാലിച്ചു പോരുകയും ചെയ്തിരുന്നു അത്രേ. എന്നാൽ എത്ര സജ്ജനമാണെന്ന് പറഞ്ഞാലും അവരെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ മോശം അഭിപ്രായം പറയാൻ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തക്കം പാർത്തിരിക്കുന്നുണ്ടാവുമല്ലോ. അതിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ കുറച്ച് പേര് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം വൈഷ്ണവ ചിന്ത മാത്രമുള്ളവനാണ്, അദ്ദേഹത്തിന് ഒരിക്കലും ശൈവചിന്തയില്ല. അന്നത്തെ കാലത്തൊക്കെ ഇന്നത്തെ പോലെയല്ല കേട്ടോ, ഒക്കെ വേറെ വേറെയാണ്. വൈഷ്ണവരൊരു വിഭാഗം, ശൈവരൊരു വിഭാഗം എന്നൊക്കെ പറയണ പോലെ അവർ തമ്മിലൊരു സ്പർദ്ധ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കുറേ മുമ്പും ഉണ്ടായിരുന്നു കേട്ടോ. പൂന്താനമൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ശൈവരും വൈഷ്ണവരും തമ്മിലൊന്നും സ്പർദ്ധ പാടില്ല എന്നൊക്കെ. അതേമാതിരി ഇദ്ദേഹത്തിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ശൈവ വൈഷ്ണവർ ഉള്ള ഒരു ചെറിയ ഇത്. അത് കേട്ട സമയത്ത് അദ്ദേഹത്തിന് വല്ലാതെ മനപ്രയാസമായി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം ഉണ്ണികൃഷ്ണനോട് പറഞ്ഞിട്ട് ഇവിടുന്ന് തിരുവഞ്ചിക്കുളത്ത് പോയി. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ പോയി അവിടെ ഇരുന്ന് മഹാദേവനെ ഭജിക്കാൻ തുടങ്ങി. അവിടെയും അദ്ദേഹം ഭാഗവത പാരായണം ചെയ്യാൻ തുടങ്ങി. അവിടെയും അനേകം ഭക്തർ അദ്ദേഹത്തിനെ ഭാഗവതം കൊണ്ട് സ്തുതിക്കുന്നത് കാണാനും കേൾക്കാനും ഒക്കെ വരാനിടയായി. അങ്ങനെ ഒരു വലിയ ക്രൗഡിനെ അവിടെയും കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ഓരോരുത്തരും അദ്ദേഹത്തിന് പാരായണത്തിന് ശേഷം ദക്ഷിണ സമർപ്പിക്കാൻ തുടങ്ങി. പലരും അദ്ദേഹത്തിന് സ്വർണ്ണ മോതിരങ്ങളൊക്കെ ദക്ഷിണയായിട്ട് നൽകാൻ തുടങ്ങി. അദ്ദേഹത്തിനാണെങ്കിലോ ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹം ആ സ്വർണങ്ങളെല്ലാം കൂട്ടിവെച്ച് അതൊരുക്കിച്ചൊരു മാല പണിയിച്ച് നമ്മുടെ മഹാദേവന് കഴുത്തിലിടാം എന്നുള്ള ഭാവത്തിൽ അവിടെ നടക്കിൽ സമർപ്പിച്ചു. ആ സമയത്ത് ഒക്കെ അവിടെ പൂമാലകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ കേട്ടോ, സ്വർണ്ണമാലകളൊന്നും സ്വീകരിക്കില്ല. അപ്പം മേൽശാന്തി പറഞ്ഞു, കൂടല്ലൂർ ക്ഷമിക്കണം, ഇതിവിടെ എടുക്കാൻ നിർവാഹമില്ല. കാരണം ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പോഴും ആ ക്ഷേത്രം വരുന്നത്. അപ്പോൾ കൊച്ചി രാജാവിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിതിവിടെ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ സാധാരണ പൂമാലകൾ മാത്രമാണ് സ്വീകരിക്കുന്നത്, അങ്ങ് ഇത് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു.
കൂടല്ലൂരിന് വല്ലാത്ത വിഷമായി. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ അനുഭവമായിരിക്കും അത്. കാരണം അദ്ദേഹം എപ്പോഴും ഇവിടെ നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് ഓരോ വഴിപാടുകൾ. ഉണ്ണികൃഷ്ണനാണെങ്കിലോ വേണ്ട എന്ന് പറയില്ല. ഒരു പിടി മണ്ണ് വാരി കൊണ്ടുകൊടുത്താൽ പോലും ഉണ്ണികൃഷ്ണൻ പറയും, ഞാൻ മണ്ണ് വാരി കളിക്കാൻ കാത്തിരിക്കുകയായിരുന്നു, കൊണ്ടുവന്നത് നന്നായി എന്ന് പറയണ സ്വഭാവമല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണന്. അപ്പോൾ ഇത് സ്വീകരിക്കില്ല എന്ന് അറിഞ്ഞ നിമിഷം അദ്ദേഹത്തിന് വല്ലാത്തൊരു മനപ്രയാസമായി. അദ്ദേഹം പറഞ്ഞു, ഇത് സ്വീകരിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന്. അങ്ങനെ അദ്ദേഹം അവിടെ നടക്കല് മഹാദേവന്റെ ആ ഒരു സ്തുതിഗീതങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ട് പട്ടിണി കിടക്കാൻ തുടങ്ങി, നിരാഹാരം ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ മേൽശാന്തി കഷ്ടത്തിലായി. മേൽശാന്തിക്ക് പൂജ ചെയ്യുമ്പോഴൊക്കെ കൂടല്ലൂരിൻ്റെ ആ ഒരു മുഖമാണ് മനസ്സിൽ വരുന്നത്. അദ്ദേഹത്തിന് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ജപിക്കാൻ പോലും പറ്റാതായി. അദ്ദേഹം എന്തു ചെയ്തു? ഒരു ദൂതനെ വഴി കൊച്ചി രാജാവിനെ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. കൊച്ചി രാജാവിനാണെങ്കിലോ പതിവില്ലാത്ത പുതിയ ഒരു ആചാരവും തുടങ്ങണ്ട എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആലോചിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ദൂതനെ തിരിച്ചുവിട്ടത്. അപ്പോൾ മേൽശാന്തി വീണ്ടും കഷ്ടത്തിലായി. കാരണം അദ്ദേഹത്തിനാണെങ്കിൽ പൂജയൊന്നും ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും കൂടല്ലൂരിനെ ഇങ്ങനെ ഓർമ്മ വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ രാജാവിൻ്റെ അനുമതി കിട്ടാതെ സ്വർണം സ്വീകരിക്കാനും പറ്റില്ല. അദ്ദേഹം കഷ്ടത്തിലായി. മഹാദേവനോട് അദ്ദേഹവും പറയാൻ തുടങ്ങി, ഇതിനൊരു വഴി ഉണ്ടാക്കി തരണേ മഹാദേവ, അങ്ങയോടല്ലാതെ ആരോടാ പറയുക എന്നായി മേൽശാന്തി. ഇത്രയും ആയപ്പോൾ മഹാദേവനാണെങ്കിലോ നമ്മുടെ ഉണ്ണികൃഷ്ണനിൽ നിന്ന് ഒട്ടും കുറവല്ലാട്ടോ അനുഗ്രഹിക്കാനുള്ള ആ ഒരു വ്യഗ്രത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തൻ ഇങ്ങനെ വയ്യാതെ പട്ടിണി കിടക്കുന്നതൊന്നും സഹിക്കാൻ പറ്റില്ല. അദ്ദേഹം എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നറിയോ? കൊച്ചി രാജാവിൻ്റെ സ്വപ്നത്തിലെ ദർശനമുണ്ടായി. പുതിയ രീതികളും ആചാരങ്ങളും എല്ലാം സ്വീകാര്യമാണ്. കൂടല്ലൂര് നമ്പൂതിരിയുടെ സ്വർണ്ണമാല എനിക്ക് വേണം എന്ന് തന്നെയാണ് അത്രേ സ്വപ്ന ദർശനം നൽകിയത്. ഇത് കണ്ടതും കൊച്ചി രാജാവ് ഉടൻ തന്നെ അവിടെ നിന്ന് ദൂതനെ പറഞ്ഞയച്ചു. അന്ന് രാത്രി അത്താഴ പൂജയ്ക്ക് ഭഗവാന് സ്വർണ്ണമാല, കൂടല്ലൂരിൻ്റെ വകയായിട്ടുള്ള സ്വർണ്ണമാല എഴുന്നള്ളിച്ച് ആഘോഷപൂർവ്വം ആ വിഗ്രഹത്തിൽ ചാർത്തി. അത് കണ്ടതിന് ശേഷമാണ് അത്രേ കൂടല്ലൂരിന് മനസ്സമാധാനം ഉണ്ടായത് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും പരമഭക്തനായ അദ്ദേഹത്തിനെ അനുസ്മരിക്കാൻ നമുക്കും ഒരവസരം തന്ന ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം ഒന്നുകൂടി പറയുന്നു. അപ്പോൾ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. സർവ്വരോഗവിനാശന, സർവ്വപാപവിനാശന, സർവ്വദുഃഖവിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.